വയനാട് പനമരം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ മേച്ചേരിക്കുന്ന് ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് വനംവകുപ്പ്. ആളുകൾ പുറത്തിറങ്ങുന്നതിൻ്റെ ലൈവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കടുവ ചാടിപ്പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ആളുകൾ പുറത്തിറങ്ങരുതെന്ന് പോലീസിന്റെ കർശന നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഈ കടുവ തമ്പടിച്ചിരുന്ന് പുളിക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. അതിന്റെ എതിർഭാഗം വയലാണ്. വയലിനകത്തുള്ള ഒരു കൊല്ലിയാണത്. ആ കൊല്ലിക്കകത്തായിരുന്നു രാവിലെ മുതൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് പടക്കം പൊട്ടിച്ചിരുന്ന കടുവ ഓടിയത് ആ വയലിലൂടെ കടന്ന് അത് പോകുന്നത് നേരെ മേച്ചേരിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ്. മേച്ചേരിക്കുന്ന് ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ വീടിന് അടുത്തു നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൊട്ടപ്പുറത്തുള്ള തോട്ടത്തിലേക്കാണ് കടുവ കയറിയിരിക്കുന്നത്. അതിനപ്പുറം ജനവാസ മേഖലയാണ്. നേരത്തെ ഈ കടുവ സാന്നിധ്യമുണ്ടായ ആ പ്രദേശം ഉൾപ്പെടെ അത് ഇതിന്റെ ഭാഗം വരുന്ന മേഖലയാണ്. എന്തായാലും ഇത് അപ്പുറത്തേക്ക് ഓടിപ്പോകുന്ന ദൃശ്യം കൂടി ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ കൃത്യമായ രീതിയിൽ തന്നെയുണ്ട്. അതിവേഗത്തിൽ ആ കടുവ അപ്പുറത്തേക്ക് കിടക്കുന്നു. ആരോഗ്യവാനായ കടുവയാണ്. അത് ഇത്ര സമയവും അത് പതുങ്ങി ആ കൊല്ലിയിൽ തന്നെ ഈ പകൽ സമയം മുഴുവൻ ഇരിക്കുകയായിരുന്നു. ഇതിനുശേഷം നേരെ നീർവാരം അമ്മാനി വനമേഖലയിലേക്ക് തുരത്തുക എന്നുള്ള ദൗത്യമാണ് വനംവകുപ്പ് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ അത് പോയത് അമ്മാനി ഭാഗത്തേക്കല്ല, നേരെ മേച്ചേരിക്കുന്ന പ്രദേശത്തേക്കാണ്. കടുവ വീണ്ടും അത് പടക്കം പൊട്ടിച്ചപ്പോൾ ഓടി എത്തിയിരിക്കുന്നത്. തെർമൽ ഡ്രോൺ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊന്നും പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം വനംവകുപ്പും ഒപ്പം തന്നെ പോലീസും പനമരം പഞ്ചായത്തും അനൗൺസ്മെന്റ് വഴി അറിയിക്കുന്നുമുണ്ട്. തെർമൽ ഡ്രോൺ വഴിയുള്ള നിരീക്ഷണം ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ കാപ്പിക്കാടുകൾ അടക്കമുള്ള പ്രദേശമാണ്. അതുമാത്രമല്ല കമുകിൻ തോട്ടങ്ങളുള്ള പ്രദേശമാണ്. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. വനംവകുപ്പ് കരുതിയ പോലെയല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് നേരെ നീർവാരം വഴി അതിനെ അമ്മാനി പാതിരി വനമേഖലയിലേക്ക് കയറ്റിവിടാൻ ഉള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. 2 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ വനമേഖല ഉള്ളത്. ആകാശദൂരം പരിശോധിക്കുമ്പോൾ അത്രമാത്രമാണ് വനമേഖല ഉള്ളത്. ആ വനമേഖലയിൽ കയറിക്കഴിഞ്ഞാൽ സുരക്ഷിതമായ രീതിയിൽ തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷേ പടക്കം പൊട്ടിച്ച ആ ഘട്ടത്തിൽ അത് നേരെ എതിർഭാഗത്തേക്ക് ഓടി മാറുന്ന ഒരവസ്ഥയാണ്. അതിവേഗത്തിൽ തന്നെ അത് വയൽ കടന്ന് നേരെ പോകുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള തോട്ടത്തിലേക്കാണ്. ആ തോട്ടം വഴി പിന്നീട് കാണുന്നത് ഇപ്പോൾ ഈ വനമേഖലയിൽ ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ കടുവയെ കാണുന്നത്. ഈ റൗണ്ടിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കടുവയുടെ ദൃശ്യം കാണാം. നമ്മുടെ ക്യാമറ ഫ്രൈവിൽ വന്നുപോയ കടുവയാണ്. കടുവ ഓടിപ്പോകുന്നത് തന്നെ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേച്ചിരിക്കുന്ന ഭാഗത്ത് കടുവ ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് വനംവകുപ്പ് പറയുന്നത്. ആളുകൾ പുറത്തിറങ്ങരുത് എന്നാണ് പോലീസ് ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നമ്മുടെ ക്യാമറമാനും നമ്മുടെ റിപ്പോർട്ടർ സുർജിത്ത് അയ്യപ്പനും ഈ സംഭവ സ്ഥലത്തുണ്ട്.